ഏറ്റവും ആരാധ്യനായ മോഹൻജി, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളെ, സത്യം പറഞ്ഞാൽ മോഹൻജി ഇന്നിവിടെ വരണം എന്ന് പറഞ്ഞ് മോത്തിജിയെ കൊണ്ട് എന്നെ ഇൻവിറ്റേഷൻ ചെയ്തപ്പോൾ ഇത്രയും വലിയ വ്യക്തിത്വങ്ങളുടെ കൂടെ ഒരു വേദി പങ്കിടാനാണ് എന്ന സ്വപ്നേവി പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇവിടെ റോബിൻജി പറഞ്ഞു ഒരുപാട് കടലുകളും മഹാസമുദ്രങ്ങളുമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. മോഹൻജി എന്നെ സംബന്ധിച്ച ഒരു സമുദ്രം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രപഞ്ചമാണ്. അപ്പോ ഇത്രയും വലിയ കടലുകളുടെയും സമുദ്രങ്ങളുടെയും ഇടയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വെറും ഒരു ചെറിയ അരുവിയാണ് എന്ന്. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള, ഒരുപാട് സമൂഹത്തിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ പ്രവർത്തിച്ച വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഒപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് അവസരം തന്ന എൻ്റെ ഗുരു, എൻ്റെ മെന്റർ, എൻ്റെ ഗൈഡ്, എൻ്റെ ഫ്രണ്ട് എല്ലാമായ മോഹൻജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഇത്തരമൊരു അവസരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ചിന്തിക്കാനായിരുന്നില്ല. റോബിൻജി പറഞ്ഞ പോലെ തന്നെ നമുക്കറിയില്ല നമ്മുടെ ചുറ്റും ആരാണെന്ന്. റോബിൻജി ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഈ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തി അവരുടെ സംഭാവനകൾ, അവരെന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ, ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വളരെ അമ്പരന്നുപോയി. ഇത്തരം ഒരു വലിയൊരു ഗ്യാതറിംഗിലേക്ക് വന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ, മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നെ സംസാരിക്കാൻ ക്ഷണിക്കാറുണ്ട്. കാരണം വളരെ മോട്ടിവേറ്റിംഗ് ആണ്, നല്ലൊരു ഒറേറ്റർ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഗുരുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മളൊന്നുമല്ല, നമുക്കൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മോഹൻജിയുടെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമാണ്. ഒരുപാട് നന്ദി മോഹൻജിക്ക്, അതുപോലെ മോത്തിജിക്കും. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞത് വ്യക്തിബന്ധങ്ങളെയാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ പലപ്പോഴും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, എപ്രകാരമാണ് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുക, അയാളെ കൊണ്ട് എന്ത് ഉപയോഗമുണ്ടെന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബന്ധങ്ങൾ വലുതാക്കിയെടുക്കാനാണ് പലപ്പോഴും എല്ലാവരും ശ്രമിക്കുക. പക്ഷെ മോഹൻജി ഫാമിലിയിൽ വന്നതിന് ശേഷം സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുടെ സ്നേഹം അനുഭവിക്കാൻ, അവരുടെ ഒപ്പം ഇരിക്കാൻ എനിക്ക് സാധിച്ചു. എന്ത് പുണ്യമാണെന്ന് അറിയില്ല ഇതുവരെ ചെയ്തത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മോഹൻജിയുടെ ഈ ഒരു മോഹൻജിയുമായിട്ടുള്ള അടുപ്പത്തിൽ ഈ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്രകാരം ഇത്തരമൊരു വളരെ വലിയൊരു സദസ്സിൽ, വളരെ വലിയൊരു വ്യക്തിത്വങ്ങളുടെ കൂടെ ഈ സമയം ചെലവഴിക്കാനായിട്ട് എന്നെ ക്ഷണിച്ച മോഹൻജി, മോത്തിജി, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം മോത്തിജിയോട് എനിക്ക് വളരെയധികം ഒരു ബഹുമാനം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പുസ്തകത്തിന്റെ ബാക്ക് സൈഡ് വായിച്ചു. എപ്പോഴും നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓവർലുക്ക് കിട്ടാൻ വേണ്ടി, ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു, ഇപ്പൊ വായന കുറഞ്ഞു. അപ്പൊ ആ പുസ്തകത്തിന്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാലും നമ്മൾ ആ ബുക്ക് എടുക്കുക. അപ്പോ 100% ട്രൂത്ത് എന്നാണ്, ഡയറിങ് തന്നെയാണ്. ഈസ് വെരി ഡയറിങ്. ബിക്കോസ് നമ്മളെപ്പോഴും സമൂഹത്തിൽ നമ്മളെപ്പോഴും ഒരു മാസ്ക് ഇട്ടിട്ടാണ് പലപ്പോഴും നടക്കുക. കാരണം വി ആർ നോട്ട് കറേജിയസ്. നമ്മൾ ആ മനുഷ്യരുടെ ജഡ്ജ്മെന്റ്സ്, നമ്മളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, അവരുടെ ഒപ്പീനിയൻസ് എന്തെല്ലാം ആയിരിക്കും എന്ന് വിചാരിച്ച് വി ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ പേഴ്സണാലിറ്റി എപ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ. പക്ഷെ ഞാൻ ഇതായിരുന്നു, ഞാൻ ഇതൊക്കെ ആയിരുന്നു, ഇതിൽ നിന്നും ഞാൻ ഇതാണ് എന്ന് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു ഡയറി, അതിനാണ് ഞാൻ മോത്തിജിക്ക് ഒരു ബിഗ് ഹാൻഡ് കൊടുക്കുന്നത്. A big round of applause to him for his direness. അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. മോഹൻജിയോട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.